എന്നാ യഥാർത്ഥത്തിൽ പറയാൻ ചില കാര്യങ്ങളുണ്ട്. അതോട്ട് പറയേയില്ല. ഇടയ്ക്ക് ബോധോദയുണ്ടായി. നാളെ പറയാം, ഇന്നലെ പറയാന്നൊക്കെ പറഞ്ഞ് മനുഷ്യനെ കുരങ്ങ് കളിപ്പിക്കലും. മതി തന്റെ കത്തിക്കേറല്. നോക്ക്, ഞാൻ തന്നോടെല്ലാം പറയാൻ തന്നെ ഉദ്ദേശിച്ചത്, വിശദമായി തന്നെ. മുമ്പ് ചില സന്ദർഭങ്ങളിൽ അതെന്താണെന്ന് താൻ വന്ന് ചോദിച്ച സമയം ശരിയല്ലായിരുന്നു. അതാ ഞാൻ പറയായിരുന്നത്. ഞാൻ വേറെ ചില ടെൻഷനിലായിരിക്കുമ്പോ ഇതൊക്കെ മനസ്സമ്മാനത്തോടെ പറയാൻ എനിക്ക്... ശരി, ഞാൻ ഇനി എത്ര നാൾ കാത്തിരിക്കണം സാർ വിശദമായി പറയുന്ന കേൾക്കാൻ? ഞാനിപ്പൊ തന്നെ ഒരുപാട് കാത്തിരുന്നതാ. ഒരു സാധാരണ പെൺകുട്ടിക്ക് എത്ര നാള് കാത്തിരിക്കാൻ പറ്റോ അതിനേക്കാൾ കൂടുതൽ ഞാൻ കാത്തിരുന്നു. പക്ഷെ എന്റെ സ്വപ്നങ്ങൾക്ക് ഒരു വിലയില്ലെന്താ പിന്നെ എനിക്ക് മനസ്സിലായത്. സാറിനെ പറ്റിക്കാൻ വേണ്ടി എങ്ങനെയൊക്കെ ചെയ്യുന്നത്. സാറ് പറ്റിച്ചോളൂ, തൃപ്തിയാവുന്നവരെ പറ്റിച്ചോളൂ. എനിക്കെല്ലാം ശീലമായി കഴിഞ്ഞു. ഇപ്പോ ഒരു പരാതി പറയാനും ഞാൻ വരില്ല. താങ്ക്സ്. എന്നെ പോവാൻ സമ്മതിച്ചാ മാത്രം മതി. ശ്രീലക്ഷ്മി, ഐ ആം സോറി. താനിത്ര ഇമോഷണൽ ആവുമെന്ന് ഞാൻ ഓർത്തില്ല. മാത്രമല്ല, ഈ നടയിൽ വെച്ച് നമുക്കിത് ഡിസ്കസ് ചെയ്യണ്ട. നോക്ക് ശ്രീലക്ഷ്മി, ഇന്നലെ എന്ത് നടന്നില്ല എന്നുള്ളത് നമുക്ക് മറക്കാം. നാളെ എന്ത് നടക്കും എന്നുള്ളതിനെ പറ്റി ചിന്തിക്കാം. ഇതിന്റെ ഉത്തരം ദാ ഇവിടെ വെച്ച് ഉറപ്പോടെ ഞാൻ പറയും. ഞാൻ തന്നോട് സംസാരിക്കും ഉടൻ തന്നെ. ലോകം ഇടിഞ്ഞു വീണാലും ഇതിനൊരു മാറ്റം ഉണ്ടാകില്ല. തൽക്കാലം കരഞ്ഞ മുഖമായിട്ട് ഓരോന്നാലോചിച്ച് പോകണ്ട. ഞാൻ കൊണ്ടാക്കാൻ തന്നെ. Come on, get into the car, please. JD ഗൗരിദാസ്, തന്റെ പ്രിയപ്പെട്ട ലഫ്റ്റനന്റ് കാര്യങ്ങളൊക്കെ പറഞ്ഞു കാണുമല്ലോ. എന്നാലും ഞാൻ തന്നെ വിളിച്ചത് നമ്മൾ തമ്മിൽ നേരിട്ടൊന്ന് കാണണമെന്ന് പറയാൻ. എപ്പോ, എവിടെ വെച്ച്? അത്രയും വില പിടിക്കല്ലേ മുതലാളി. ഒരുപാടൊന്നും ഞാൻ രവിവർമ്മ സാറിനെ ബുദ്ധിമുട്ടിക്കാൻ ഉദ്ദേശിക്കുന്നില്ല. തന്റെ തൊട്ടടുത്ത് തന്നെ ഞാനുണ്ടിപ്പോ. എന്ന് പറഞ്ഞ അത്ര അടുത്തൊന്നുമല്ല കേട്ടോ. പക്ഷെ തനിക്ക് നല്ല പരിചയമുള്ള സ്ഥലമാണ്. എന്നും ഉണ്ടും ഉറങ്ങി കിടക്കുന്ന സ്ഥലം. താൻ എത്രയും പെട്ടെന്നെങ്കിൽ പോര്. അല്ലെങ്കിൽ തനിക്ക് നഷ്ടപ്പെടാൻ പോകുന്നത് തന്റെ പ്രിയപ്പെട്ട ഒരു ജീവനായിരിക്കും. എന്തോ അപ്പൊ എപ്പോ കാണാം നമുക്ക്? ഉടൻ ഇങ്ങോട്ട് വരികയല്ലേ? രവി, 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 നിക്ക്. നീ എന്തായി ചെയ്യുന്നേ? സ്റ്റീഫ, സോറി ബ്രദർ, മനഃപൂർവ്വം ചെയ്തതല്ല, ഇഷ്ടമില്ലാതെ ചെയ്യേണ്ടി വന്നതാണ്.
നിന്റെ കയ്യിലിരിക്കുന്ന സ്വർണ്ണ മത്സ്യത്തിന്റെ ജീവൻ തനിക്ക് വളരെ വേണ്ടപ്പെട്ടതാണെന്ന് എനിക്കറിയാം. പക്ഷേ ഞാൻ അതിനെ അങ്ങ് കൊന്നു. കാരണം കൊല്ലാൻ നിന്റെ ബന്ധുക്കളെ ആരെയും കിട്ടാത്തത് കൊണ്ടാണ്. അല്ല, ഒരു പാവം സെക്യൂരിറ്റിക്കാരനെ മാത്രം വിട്ടിട്ട് ബാക്കിയുള്ളവരൊക്കെ എവിടെ പോയി? എന്നെ പേടിച്ച് എല്ലാവരെയും സ്ഥലം മാറ്റിയതാണോ? ഹോ, അത് വലിയ ചതിയായി പോയല്ലോ ആശാനെ. ഭയങ്കര ബോറേർപ്പാട്. നിനക്ക് വേണ്ടത് എന്നെയല്ലേ? നീ നേരെ എന്റെ മുന്നിലേക്ക് വാ. വീട്ടിൽ വളർത്തുന്ന പട്ടിയെയും പൂച്ചയെയും മീനിനെയൊക്കെ കൊല്ലുന്നത് ആണുങ്ങൾക്ക് ചേർന്നതല്ല. അറിയാം, ഞാൻ പറഞ്ഞില്ലേ, കയ്യിലൊരു മനുഷ്യജന്മത്തിന് കിട്ടാത്തത് കൊണ്ടാണ്. കുറഞ്ഞ പക്ഷം നിന്റെ അനുജനെങ്കിലും കയ്യിൽ കിട്ടിയിരുന്നെങ്കിൽ ആ പാവം മീനിന് പകരം അവന്റെ ശവമായിരുന്നേനെ ഇപ്പോ നിന്റെ കയ്യിൽ. പതുക്കെ കിടന്നലറണ്ട. ഓക്കെ, പിന്നെ തൽക്കാലം ഞാനൊന്നും ചെയ്യുന്നില്ല. കാരണം മരണം സുഖമുള്ളൊരേർപ്പാടാണ്. നിന്നെ ഞാൻ അങ്ങനെ പെട്ടെന്ന് സൂഹിക്കാൻ വിട്ടുകൊടുക്കില്ല. മറിച്ച് നിന്നെ എനിക്ക് ജീവനോടെ കുറച്ചുനാൾ വേണം. എന്റെ ജീവിതം തകർത്തപ്പോൾ ഞാൻ അനുഭവിച്ച വേദനയുണ്ടല്ലോ, 1 2 20 വർഷം. അത് കുറച്ചെങ്കിലും നിന്നെ പഠിപ്പിക്കാതെ എങ്ങനെ ഞാൻ നിന്നെ വെറുതെ വിടാനാണ്? 20 വർഷം മുമ്പുള്ള ഈ രവിയെ നിനക്ക് നന്നായിട്ട് അറിയാലോ. ഇനിയും അതാകാൻ എനിക്ക് മിനിറ്റുകൾ മതി. സന്തോഷം. അപ്പോ നമുക്ക് അങ്ങനെ തന്നെ കണ്ടുകളയാം. അതിനു മുൻപ് നിന്റെ വീട്ടിൽ നിന്നൊരാളെ ഞാൻ മുകളിലേക്ക് അയക്കുമെന്ന് ഉറപ്പാ. മീനിനെയല്ല, മനുഷ്യനെ. വരാം സർ. വരാം സർ, വരാം. നാളെ തന്നെ വരാം സർ. ശ്രീടച്ച, അവള് ഉറപ്പായും വന്നിരിക്കും സർ, ഉറപ്പായിട്ടും വന്നിരിക്കും. എന്താ മോളെ, എന്തു പറ്റി? വരാം സർ, വരാം. എന്തോന്നാടി വരാന്നൊക്കെ പറയുന്നത്? ഓഫീസ് ജോലി ആലോചിച്ചുകൊണ്ട് കിടന്ന ഇതുപോലത്തെ സ്വപ്നങ്ങളൊക്കെ കാണും. മിണ്ടാതെ കിടന്ന് ഉറങ്ങ്. നാളെ തന്നെ വരാം സർ. മിണ്ടാതെ കിടന്ന് ഉറങ്ങടി. കിടന്ന് ഉറങ്ങിക്കൂടെ നിനക്ക്? മനുഷ്യന്റെ ഉറക്കം കളയാൻ കിട്ടും. ഓ, അത് രാത്രി. ബോംബെ മുംബൈ ആയി, മദ്രാസ് ചെന്നൈ ആയി. അതുപോലെ ചെമ്പകപുരത്തിന്റെയും പേര് മാറ്റാൻ ചില ചാൻസ് ഒക്കെ ഉണ്ട്. എന്നാ പിന്നെ നമുക്ക് ചെമ്പൻ നഗർന്ന് അടിച്ചു നോക്കിയാലോ? ശ്രീ, നീ ഇവൻ പറയുന്ന ഓരോ മണ്ടത്തരൊന്നും കേൾക്കാൻ നിക്കണ്ട. ചെമ്പൻ നഗർ പോലും. എന്നാ പിന്നെ വല്ല കുറുക്കൻ നഗർന്ന് അടിക്കുന്നതായിരിക്കും കൂടുതൽ നല്ലത്. പിന്നെ ഇപ്പൊ എന്ത് ചെയ്യൂടി? എന്തായാലും ചെമ്പകപുരം എന്ന സ്ഥലം സെർച്ച് ചെയ്തിട്ട് കിട്ടുന്നില്ല. ദേ, നോ റിസൾട്ട് എന്നാ കാണിക്കുന്നേ. നീ വെറുതെ വട്ടാവണ്ട. നേരെ പോയി രവിവർമ്മൻ സാറിനോട് തന്നെ ചോദിക്ക്. അല്ലെങ്കിൽ സാറിനെ മറച്ചു വെച്ചോണ്ട് നമ്മൾ ഇത് ട്രൈ ചെയ്യുന്നത് വെറുതെ. ഇല്ല കൃഷ്ണ, മറച്ചു വെക്കുന്നതല്ല. രവി സാർ എന്നെ കൂട്ടിക്കൊണ്ടുപോവാന്ന് പറയുന്നതല്ലാതെ അത് ഉടനെ ഒന്നും നടക്കുന്ന എനിക്ക് തോന്നുന്നില്ല. ഇത്ര പഴക്കമുള്ള വെയർഹൌസ് എവിടെയാണെന്നും അവിടെ എന്ത് നടക്കുന്നുവെന്നും എനിക്ക് അറിഞ്ഞേ പറ്റൂ. പറ്റുമെങ്കിൽ ഇപ്പൊ തന്നെ പോവാനാ ഞാൻ ട്രൈ ചെയ്യുന്നത്. എന്താ രാവിലെ തന്നെ ഇവിടെ? ആ ജിഡിയുടെ ചേട്ടൻ അത്യാവശ്യമായിട്ട് കാണണമെന്ന് പറഞ്ഞ് വിളിച്ചിരുന്നു. ജിഡിയുടെ ചേട്ടനോ? അതെ, നമ്മൾ ആ വെയർ ഹൗസിന് 20 ലക്ഷം കൊടുത്ത് ബാധ്യത ഒഴിവാക്കാൻ ശ്രമിച്ചിരുന്നില്ലേ? ഇനി അത് നടക്കില്ലെന്ന്. എന്ത് നടക്കാത്തത്? അതിനുള്ള കാരണം?
അത് വിട്ടൊന്നും പറയുന്നില്ല. ഏതായാലും നിലവിൽ നമ്മളൊരു കരാറുണ്ടാക്കിയെങ്കിലും ആ വസ്തു അയാൾ മറ്റെന്തെങ്കിലും രീതിയിൽ കൈകാര്യം ചെയ്ത് കളയുമെന്ന് എന്റെ ഒരു പേടി. നോ രാജാറാം, നമ്മളുടെയും അയാളുടെയും പാർട്ണർഷിപ്പ് ഡീൽ റെക്കോർഡിക്കലായിട്ട് എത്ര നാളുണ്ടോ അതുവരേക്കും അയാൾക്ക് ആ വസ്തുവിൽ ഒന്നും ചെയ്യാൻ കഴിയില്ല. പിന്നെ വേണമെങ്കിൽ ആ ജിഡിയുടെ പേരും പറഞ്ഞ് ഭീഷണിപ്പെടുത്തി ഇടയ്ക്കിടയ്ക്ക് കാശെടുക്കാൻ മാത്രമേ ശ്രമിക്കും. അറിയാം, അതിനൊരു പരിഹാരത്തിനാ ഞാൻ ശ്രമിക്കുന്നത്. ഏതായാലും നീ അതൊന്നും ആലോചിച്ച് ടെൻഷൻ ആവണ്ട, ഞാൻ നോക്കിക്കോളല്ല. കാര്യങ്ങൾ നിന്നെ അറിയിച്ചെന്നേ ഉള്ളൂ. നന്നായി. മറ്റൊരു കാര്യം, ഇതൊന്നും ശ്രീലക്ഷ്മിയോട് പറയാൻ പറ്റില്ല എന്നുള്ളതാണ്. പറഞ്ഞ അവർക്ക് മനസ്സിലാവുകയില്ല. അതുകൊണ്ട് ഈ വിഷയം എന്തെങ്കിലുമൊക്കെ ചെയ്ത് ക്ലിയർ ചെയ്തേ പറ്റൂ. അവൾ ആ വെയർഹൗസിനെ പറ്റി ചോദിച്ചുകൊണ്ടേയിരിക്കുക. അവൾക്കെന്തോ ഇക്കാര്യത്തിലൊരു സ്ട്രേഞ്ച് ഇൻട്രസ്റ്റ് ഉള്ളതുപോലെ. പിന്നെന്താന്ന് വെച്ചാ, അവള് ചോദിച്ചില്ലെങ്കിലും ഒരു ദിവസം അവളോട് എനിക്ക് ഈ കാര്യങ്ങൾ പറയേണ്ടി വരും. ആ ഒരു ദിവസം എന്തുകൊണ്ട് ഇന്ന് തന്നെ ആയിക്കൂടെ എന്നാ ഞാൻ ആലോചിക്കുന്നത്. അയ്യോ, പറയണം പറയണം, ഇന്ന് തന്നെ പറയണം. പറഞ്ഞാലേ താങ്കൾക്ക് പുണ്യം കിട്ടും. കഷ്ടം. അവളെ നിന്നോട് മാത്രമല്ല ചോദിച്ചത്, എന്നോടും ചോദിച്ചു ഫാക്ടറി ഒന്നും കൊണ്ടുപോയി കാണിക്കാൻ. ഞാൻ എന്തോ കാരണം പറഞ്ഞ അപ്പൊ രക്ഷപ്പെടുകയായിരുന്നു. പിന്നെ നിനക്ക് ഈ സ്ഥലത്തിന്റെയും ഫാക്ടറിയുടെയും രഹസ്യം പറഞ്ഞേ പറ്റുള്ളൂങ്കിൽ ആയിക്കോ. ഇത് മാത്രമല്ല, എല്ലാം പറയുന്നതാ കൂടുതൽ സൗകര്യം, പ്രേമ ഉൾപ്പെടെ. ഞാനേ അമ്മയ്ക്ക് ശപഥം ചെയ്ത് വാക്കുകൊടുത്തിരിക്കുക, നിന്നെ കൊണ്ട് ഉടനെ കല്യാണം കഴിപ്പിക്കാന്ന്. അത് കള്ള ശബ്ദം. എന്നെയും ശ്രീലക്ഷ്മിയുടെയും ഒന്നിച്ചു ചേരൽ ഏറ്റവും വലിയ ഇടങ്കോലിടുന്നത് നീ സാൻഡ്രയ. ഞാനോ? അതെ, നീ തന്നെ രണ്ടിലൊരാൾ. ഞാനിതാ ഇവിടെയുണ്ട്. സാറൊന്ന് തലതിരിച്ച് റോഡിലേക്ക് നോക്ക്. റോഡിന്റെ അക്കരെ ഇക്കരെ നിന്നാണെങ്കിലും നമ്മൾ തമ്മിലൊന്ന് കണ്ടല്ലോ, സന്തോഷമായി. ഇനി നമുക്ക് ആ വിഷയമൊന്ന് സംസാരിച്ചാലോ? എന്ത് വിഷയം? പറയാം. രാജനന്ദിനി ഫാബ്രിക്സിന്റെ പഴയ വെയർഹൌസ് കാലാവധി കരാർ അവസാനിക്കാറായി. അത് മുതലാളി സാർ എന്റെ പേരിൽ തന്നെ പുതുക്കി തരണം. മറിച്ച് എന്റെ ചേട്ടനെ സ്വാധീനിച്ച് എന്തെങ്കിലും നക്കാപ്പിച്ച കൊടുത്ത് ഒതുക്കി തീർക്കാമെന്നാണ് സാറിന്റെ മോഹമെങ്കിൽ അതൊരിക്കലും നടക്കില്ല. അതെനിക്ക് വേണം. ഞാൻ ജയിലിലായിരുന്നപ്പോൾ അത് സ്വന്തമാക്കാൻ വേണ്ടി ചേട്ടന്റെ കയ്യിൽ സാറ് കൊടുത്ത പണമൊക്കെ വെറും വേസ്റ്റായി. ആ ഡോക്യുമെന്റ്സിന് ലീഗൽ വാലിഡിറ്റി ഉണ്ട്. എന്ത് വാലിഡിറ്റി ഉണ്ടെങ്കിലും അതങ്ങ് തട്ടുംപുറത്ത് കൊണ്ടുവച്ചാ മതി. ഇക്കാര്യത്തിൽ ഞാൻ പറയുന്നതാണ് നിയമം. അത് സാർ അനുസരിക്കുമോ ഇല്ലയോ, അതാണ് എനിക്കറിയേണ്ടത്. ജസ്റ്റ് സേ യെസ് ഓർ നോ. നോ. ഇത് തന്നെ ഞാൻ പ്രതീക്ഷിച്ചു. എന്തായാലും മുതലാളി സാറിന്റെ സ്പിരിറ്റ് എനിക്ക് ഇഷ്ടപ്പെട്ടു. 20 വർഷത്തിന് മുമ്പുള്ള അതേ ഉച്ചിര്. പ്രേമിക്കാനൊരു പെണ്ണിനെ കൂടെ കിട്ടിയപ്പോ അതല്പം കൂടിയോന്നൊരു സംശയം. അല്ല, അവൾ ആളെങ്ങനെ? കുടുംബത്തിൽ കയറ്റാനൊക്കെ കൊള്ളാവല്ലോ അല്ലേ? അയ്യോ വേണ്ട വേണ്ട, വെറുതെ പല്ല് കടിച്ചു പൊട്ടിക്കണ്ട. ഏതായാലും ഈ പബ്ലിക് റോഡിൽ ഇറങ്ങി നിന്ന് പരസ്പരം പേശാനും തോക്കെടുക്കാനും നമുക്ക് രണ്ടാൾക്കും ബുദ്ധിമുട്ടാ. ഇനി അടുത്ത തവണ അങ്ങനെയാകാം. ആയിക്കോട്ടെ. ഹലോ ഹലോ മാഡം, സോറി ടു ബോദർ യു. മറ്റൊന്നുമല്ല, 3 മാസമായി മാഡത്തിന്റെ അക്കൗണ്ട് ഡീറ്റെയിൽസ് ഓഫീസിൽ കിട്ടിയിട്ടില്ല. സോ ഞാൻ വിചാരിച്ചു നേരിട്ട് വിളിച്ച്. ലുക്ക് സാൻഡ്ര, തനിക്ക് അവിടെ ഓഫീസിലെ ജോലി മാത്രമേ ഉള്ളൂ. പക്ഷെ എനിക്കങ്ങനെയല്ല, 1000 ജോലികളുണ്ട് ഇവിടെ. ഐ വാസ് ബിസി, അണ്ടർസ്റ്റാൻഡ്? ഓക്കെ മാഡം, നോ പ്രോബ്ലം.
ഡീറ്റെയിൽസ് എപ്പോ കിട്ടുമെന്ന് പറഞ്ഞാ മതി. നോക്കട്ടെ, വൈകുന്നേരം അയക്കാൻ ശ്രമിക്കാം. ഓക്കെ മാഡം, താങ്ക് യു. മാഡത്തിന് സുഖമാണെന്ന് വിശ്വസിക്കുന്നു. കുറെ നാളായി നമ്മൾ കണ്ടിട്ട്. വാസ്തവത്തിൽ ഈ അക്കൗണ്ട് ഡീറ്റെയിൽസിന് ഞാൻ നേരിട്ട് അങ്ങോട്ട് വരാനിരുന്നതാ. സന്തോഷം. ഏതായാലും ഒരു കാര്യം തന്നെ സമ്മതിച്ചു. അപാര ക്ഷമയാണ് തനിക്ക്, സമ്മതിക്കണം. തനിക്ക് ആവശ്യമുള്ളതൊക്കെ വെയിറ്റ് ചെയ്ത് ചേസ് ചെയ്ത് തന്ത്രപരമായി ഒപ്പിച്ചെടുക്കുന്നുണ്ടല്ലോ. തന്റെ ഡെഡിക്കേഷൻ സൂപ്പർ. ഓ മൈ ഗോഡ്. ആക്ച്വലി മാഡം ഇങ്ങനെയൊക്കെ പറയുമ്പോ എനിക്ക് ഭയങ്കര സന്തോഷം തോന്നുന്നുണ്ട് കേട്ടോ മാഡം. ബട്ട് യു നോ മാഡം, മാഡത്തിനെ പോലെ എനിക്ക് ഒട്ടും വാശിയില്ല. അതാണ് എന്റെ ഒരു കുഴപ്പം. രവിവർമ്മൻ സാർ എത്ര ദൂരം കാറിൽ പോയാലും സാറിന്റെ കാർ ചേസ് ചെയ്ത് മാഡം ഇൻഫർമേഷൻ ഒപ്പിച്ചെടുക്കാറില്ലേ? എന്റെ അഭിപ്രായത്തില് ഡെഡിക്കേഷൻ എന്ന് പറഞ്ഞ അതാണ്. എനിക്ക് ആ ലെവലിൽ ഇപ്പോഴും എത്താൻ പറ്റിയിട്ടില്ല. അതൊരു വീക്ക്നെസ് ആണ്. വാട്ട് ദ ഹെൽ ഡു യു മീൻ? താനെന്താ എന്നെ പരിഹസിക്കുകയാണോ? കുറച്ച്. ആക്ച്വലി മാഡത്തിന് എന്തെങ്കിലും അറിയണമായിരുന്നെങ്കിൽ രവിവർമ്മൻ സാറിനോട് തന്നെ നേരിട്ട് ചോദിക്കാമായിരുന്നു. അല്ലാതെ സാറിന്റെ കാർ ഫോളോ ചെയ്യുന്നതും സാറിനെ കുറിച്ചൊക്കെ മറ്റാരോടെങ്കിലും അന്വേഷിക്കുന്നതും അത്ര ശരിയായ രീതിയായിട്ട് എനിക്ക് തോന്നുന്നില്ല. ഒന്ന് ആലോചിച്ച് നോക്കൂ. രവിവർമ്മൻ സാറിനെ രേഖ മാഡം രഹസ്യമായിട്ട് ഫോളോ ചെയ്യുന്നു സാർ അറിഞ്ഞ മാഡത്തിനല്ലേ ആ നാണക്കേട്? അതുമല്ല, വർമ്മൻ ഫാമിലിയിലെ മരുമകളുടെ ഈ സ്വഭാവം പുറത്തുള്ളവരറിഞ്ഞ അതിലും വലിയ നാണക്കേട് വേറെ എന്താ ഉണ്ടാവുക? സോറി മാഡം, കുറച്ചു നേരമായി സൈലന്റ് ആയി നിൽക്കുന്നതിന്റെ അർത്ഥം എനിക്ക് മനസ്സിലായി. എന്നെ പോലൊരു ഔട്ട്സൈഡർ നിങ്ങളുടെ ഫാമിലി കാര്യങ്ങളിൽ അഭിപ്രായം പറയാൻ പാടില്ല. Alright, ma'am. I'll wait for the account details. Thanks and take care. Bye. ഇവിടെ ഇതൊക്കെ എങ്ങനെ അറിഞ്ഞു? ആ വൃത്തികെട്ട മനുഷ്യൻ പറഞ്ഞു അവളോട്. മോശമായി പോയല്ലോ. സ്റ്റോപ്പ് സ്റ്റോപ്പ്. ആ നിർത്ത്. സ്റ്റോപ്പ്. ഇറങ്ങ. നിങ്ങളെന്താ ഈ രാജ്യത്തൊന്ന് താമസിക്കുന്നവരല്ലേ? അയ്യോ ആണ് സാർ, ഞങ്ങൾ നീരേറ്റ് കോളനിക്കാരാ. നീരേറ്റ് കോളനിക്കാർക്ക് എന്താടാ ഈ രാജ്യത്തിലെ ട്രാഫിക് നിയമങ്ങളൊന്നും ബാധകമല്ലേ? ഒരു സ്കൂട്ടറിൽ 3 പേരാണോ സഞ്ചരിക്കുന്നത്? അത് ഞാൻ ചോദിച്ചതാ സാർ ഇവരോട്. നമുക്ക് ഒരു സ്കൂട്ടറല്ലേ ഉള്ളൂ, 2 പേർക്ക് വരെ 3 പേര് എങ്ങനെ പോവുമെന്ന്. അപ്പൊ ഇവര് പറയാ 3 പേരുള്ളപ്പോ 2 പേര് പോവാൻ പറ്റൂല, 3 പേരുള്ളപ്പോ 2 പേർക്കുള്ള സ്കൂട്ടറിലാണെങ്കിലും 3 പേര് തന്നെ പോയേ പറ്റൂന്ന്. അപ്പൊ ഞാൻ കരുതി സ്കൂട്ടർ 2 പേർക്കുള്ളതാണെങ്കിലും ആൾക്കാർ 3 പേരായതുകൊണ്ട് 3 പേരും ഒരുമിച്ച് 2 പേർക്കുള്ള സ്കൂട്ടറിൽ പോവാന്ന്. പിന്നെ ഞങ്ങൾ 3 പേരും കൂടി മതി, നിർത്തി. 3 എണ്ണം കൂടെ പോയി നേരെ സാറിനെ കാണും. പേപ്പറും കൂടെ കയ്യിലെടുത്തോ. പേപ്പറൊന്നും കയ്യിലില്ല. അത് അവിടെ പറഞ്ഞാ മതി. ചെല്ലങ്ങോട്ട്. സർ, സാറിന്റെ റുട്ടീൻ ഹെൽത്ത് ചെക്കപ്പ് ചെയ്ത് റിപ്പോർട്ട് വന്നിട്ടുണ്ട്. യുവർ ഹെൽത്ത് ഈസ് നോർമൽ. യുവർ ഫിറ്റ് സർ. താങ്ക് യു സാർ. താൻ എന്തൊക്കെ ജോലിയാണ് നോക്കുന്നത്? ഇനി മുതൽ ഇതൊക്കെ ഞാൻ തന്നെ നോക്കിക്കോളാം. അല്ലെങ്കിൽ ഒരു മടിയനായി പോകും ഞാൻ. പക്ഷെ സർ, ഐ ലൈക്ക് ഡൂയിങ് ഇറ്റ്. എനിക്ക് സാറിന്റെ കാര്യങ്ങൾ ശ്രദ്ധിക്കുന്നതാ മറ്റെന്തിനേക്കാളും സന്തോഷം. സാർ, നമ്മൾ കണ്ടിട്ടുണ്ട്. ശ്രീലക്ഷ്മിയുടെ നെയ്ബറാ ദീപു, കൃഷ്ണയുടെ കസിൻ. ഓ, മനസ്സിലായി. എവിടുന്ന നമ്പർ കിട്ടിയത്? ശ്രീലക്ഷ്മി തന്നാണോ? എവിടെയാ കുട്ടി ഇപ്പോ? സാർ, ശ്രീലക്ഷ്മി പെട്ടെന്ന് കാണാതായി. അതാ ഞങ്ങൾ സാറിനെ വിളിച്ചത്. എന്ത്? ശ്രീലക്ഷ്മിയെ കാണാനില്ലെന്നോ? എന്താ ഈ പറയുന്നത്? താൻ എവിടെ ഇപ്പോ? അത് സാർ, ഞാൻ മാത്രമല്ല, എന്റെ കൂടെ കൃഷ്ണയും ഉണ്ട്. സോറി സാർ, ഞാൻ കൃഷ്ണയാണ്.
ശ്രീയും ഞങ്ങൾ രണ്ടാളും കൂടി രാജനന്ദിനിയുടെ പഴയ വെയർഹൌസ് അന്വേഷിച്ച് ഇറങ്ങിയതാ. വാട്ട്? പഴയ വെയർ ഹൗസോ? ഓക്കെ ഓക്കെ, മനസ്സിലായി. നിങ്ങളിപ്പോ എക്സാക്ട് എവിടെ ഉണ്ട് അത് പറയൂ. സർ, ഞങ്ങൾ ചെമ്പക നഗറിനടുത്ത് എത്താറായി സർ. ഓ ഐസേ, അങ്ങനെയാണെങ്കിൽ അവൾ എവിടെ പോയാണെന്ന് എനിക്ക് കൃത്യമായിട്ട് മനസ്സിലായിട്ടുണ്ട്. നിങ്ങൾ രണ്ടാളും തിരികെ പോയിക്കോളൂ. ശ്രീലക്ഷ്മിയുടെ കാര്യം ഞാൻ നോക്കിക്കോളാം. സർ, ശ്രീ അത് ഡോണ്ട് വറി, ഞാൻ പറഞ്ഞില്ലേ, നിങ്ങൾ പോയിക്കോളൂ. അവളെ ഞാൻ തിരികെ കൊണ്ടുപോകാം, എന്റെ ഉറപ്പാ. ഓക്കെ സർ. അമ്മേ നാരായണ, ദേവി നാരായണ, ലക്ഷ്മി നാരായണ, ഭദ്രേ നാരായണ, അമ്മേ നാരായണ. വഴിതേടി കാലുകൾ മുന്നോട്ട് പോകുന്നുവെങ്കിൽ നിനക്ക് ചിലത് തീരുമാനിക്കേണ്ട സമയം സമാഗതമായിരിക്കുകയാണ് മകളെ. തളരാതെ മുന്നോട്ട് തന്നെ പോകാൻ നിനക്ക്. നിന്റെ കാലുകൾ നിന്നെ എത്തേണ്ടിടത്ത് തന്നെ എത്തിച്ചിരിക്കും. അമ്മേ മഹാമായേ. നിന്റെ ഓർമ്മകൾ നിനക്ക് വഴികാട്ടിത്തരും. നിന്റെ കണ്ണുകൾക്ക് ആ ലോകം പരിചിതമായിരിക്കും. നിനക്കെന്താ ഭ്രാന്ത് പിടിച്ചോ? നീ എന്തിനാ ഇവിടേക്ക് വന്നേ? എന്നെ കൊല്ലേ അവര് നിന്നെ അയച്ചതാണോ? അവിടെ അവിടെ ആ ദുഷ്ടനുണ്ട്. പൊക്കെ ഇവിടുന്ന്. ഇതെന്റെ സ്ഥലോ. നീ പൊക്കോ, നീ പൊക്കോ. ഇത് എന്റെ സ്ഥലോ, എന്റെ മാത്രം സ്ഥലമാണ്. എന്റെ മാത്രം സ്ഥലമാണ്. പൊക്കോ അവിടുന്ന്. പോ ഓടിക്കോ. അയ്യോ, എന്തു പറ്റി കുഞ്ഞമ്മേ? വിളക്കിന്റെ തട്ട് കാലില് വീണ് മുറിഞ്ഞെന്ന് തോന്നടി. അയ്യോ, ചോര വരുന്നുണ്ടല്ലോ. കുഞ്ഞമ്മതേ കട്ടില് പോയിരിക്കു. ഞാൻ ഫസ്റ്റ് എയ്ഡ് ബോക്സ് എടുത്തിട്ട് വരാം. ഏയ്, അത്ര വലിയ കുഴപ്പമൊന്നുമില്ല. നീ ആ വിളക്കിന്റെ തട്ടൊന്നും മേളിലേക്ക് എടുത്ത് വെച്ചേക്കടി. അതിന് വലിയ ചോര പറ്റിയോ എന്തോ. ഈശ്വര.
നിന്റെ ഈ കൂട് കുടുക്കുന്ന ആവശ്യമില്ലടി മായേ. ചെറിയൊരു ചുറ്റല് മതി, അല്പം കഴിയുമ്പോ വേദന മാറും എന്ന് കുഞ്ഞമ്മ പറഞ്ഞാ മതിയോ? രക്തം വന്ന മുറിവല്ലേ, ഇനി അത് പൊടിപറ്റി സെപ്റ്റിക് ആക്കണ്ട. ഇതിന് ചെറിയൊരു ബാൻഡേഡും ഡ്രസ്സിങ്ങും ഒക്കെ ആകാം. കുഞ്ഞമ്മ ഒന്ന് അടങ്ങിയിരുന്ന് നിന്നാ മതി. എന്നാൽ ഒരിക്കലും ഇല്ലാതെ എന്റെ ഇന്ന് ഇത് പറ്റിയല്ലോ. ഈ വീട്ടിലെ എന്തോ ഒരു ആപത്ത് വരാൻ പോകുന്നതിന്റെ സൂചനയാന്ന് തോന്നുന്നു. ഓ, ഇതാ തുടങ്ങിയല്ലോ. ഇനി കുഞ്ഞമ്മ ഓരോന്ന് ഊഹിച്ചു പറഞ്ഞ് പൊലിപ്പിക്കാൻ നിക്കണ്ട. ഇതൊക്കെ വേറെ ശ്രദ്ധക്കുറവ് കൊണ്ട് മാത്രം ഉണ്ടാകുന്നതാ. അല്ലാതെ മായാവി ഒന്ന് കൈ പിടിച്ച് വിളക്ക് കാലിലേക്ക് ഇട്ടതൊന്നുമല്ല. അങ്ങനെ അല്ലടി മായേ. വീട്ടിലെ മുഖം നോക്കുന്ന കണ്ണാടി പൊട്ടുക, കുപ്പിയും ഗ്ലാസും ഒക്കെ പൊട്ടുക എന്ന് പറയുമ്പോഴേ ഒരപശവനാന്ന വെപ്പ്. ഇതിപ്പോ സന്ധ്യക്ക് തിരി തെളിയിക്കുന്ന വിളക്ക് തന്നെ താഴെ വീഴുക എന്ന് പറഞ്ഞാ അതത്ര നിസ്സാരമല്ല. കുറച്ച് ചോരയും കണ്ടു. എന്തോ വരാൻ പോകുന്ന പോലെ തന്നെ എന്റെ മനസ്സ് പറയുന്നത്. കുഞ്ഞുമൊന്നും മിണ്ടാതിരുന്നേ. ബാക്കിയുള്ളവരെ കൂടി പേടിപ്പിക്കാൻ വേണ്ടിട്ട് ആദ്യം ഒരു ഗ്ലാസ് വെള്ളം കുടിക്ക്, ആ തലയൊന്ന് തണുക്കട്ടെ. സുമിത്, നടക്കും മകളെ. ഇവിടെ ഇന്നിപ്പോ ചില ആപത്തുകൾ ചുറ്റും വട്ടമിട്ട് പറക്കുന്നുണ്ടെന്നുള്ളത് സത്യമാണ്. അതിനുവേണ്ടി ഒരുങ്ങിയിരിക്കാൻ പറയുകയാണ് എന്റെ വരവിന്റെ ഉദ്ദേശവും. എന്റെ കരുക്കൂത്തിയമ്മേ, ഞാൻ എന്തായി കേൾക്കുന്നത്? ആർക്ക് എന്ത് ആപത്താ വരാൻ പോകുന്നത്? ഞങ്ങൾ ഇനി എന്ത് ചെയ്യും? ചെയ്യാവുന്നതൊന്നേയുള്ളൂ, പ്രാർത്ഥന. ചില ദൈവനിശ്ചയങ്ങൾ തിരുത്താൻ നമുക്ക് കഴിയില്ല. തലയ്ക്ക് മുകളിൽ വെള്ളം കയറിയാൽ മുങ്ങിയാലേ പറ്റൂ. കൊടുങ്കാറ്റ് വരുമ്പോൾ പുൽക്കൊടുകളെ പോലെ തല കുനിഞ്ഞു നിൽക്കുക. കാറ്റതിന്റെ സംഹാര താണ്ഡവം കഴിഞ്ഞ് മടങ്ങിപ്പോയിക്കോളും. മഹാമരങ്ങളെപ്പോലെ അഹങ്കാരം കാണിച്ച് തല നിവർത്തി എതിർക്കാൻ നിന്നാൽ ഒടിച്ചു വീഴ്ത്തി തകർത്തിട്ടേ കൊടുങ്കാറ്റ് പോകൂ. സോറി, സത്യം പറഞ്ഞ ഒന്നും അങ്ങോട്ട് മനസ്സിലായില്ല. എന്താ ഈശ്വരമ്മ പറഞ്ഞു വരുന്നത്? ആർക്ക് എവിടെ വെച്ച് എന്താപത്താ വരുന്നത് അതൊന്ന് വ്യക്തമാക്കി പറയാൻ പറ്റോ? അല്ലാതെ ഇതൊരുമാതിരി നാടകത്തിലെ കടിച്ച പൊട്ടാത്ത ഭാഷയില്. നിർത്തടി. എനിക്ക് മനസ്സിലായി ഈശ്വരമ്മ പറഞ്ഞത്. നീ അകത്ത് പോയി ദക്ഷിണ കൊടുക്കാൻ കാശെടുത്തിട്ട് വാ. ചെല. അവള് പറഞ്ഞ വിവരക്കേടിന് ഈശ്വരമ്മ ക്ഷമിക്കണം.
അവള് എന്റെ ചേച്ചിയുടെ മോളാ. നേഴ്സായിട്ട് ജോലി കിട്ടിയപ്പോ ആ മോളുടെ കാര്യത്തിൽ ഇടയ്ക്ക് ചില വിഷമങ്ങൾ വരും. പക്ഷേ സരോജം വിഷമിക്കണ്ട. സാക്ഷാൽ ജഗദംബിക കൂടെ ഉണ്ടാകും. അത് മാത്രമല്ല, അത് മാത്രമല്ല, നിനക്ക് വേറെന്തോ പറയാനുണ്ടല്ലോ? വേറെന്തോ അല്ല, നീ കണ്ട കാര്യം തന്നെ. നീ ശ്രദ്ധിച്ചില്ലേ CCTVയിൽ മാഡത്തിന്റെ ഭാവം എങ്ങനെ ഉണ്ടായിരുന്നു എന്ന്? അന്ന് രഘുവിന്റെ ആനിവേഴ്സറിയുടെ അന്ന് രാത്രി നിനക്ക് ഓർമ്മ കാണും. അന്ന് മാഡത്തിനെ ഞാൻ വഴിവെച്ച് കണ്ടപ്പോഴും ഇതേ ഭാവമായിരുന്നു. നീയും അതേ രാത്രി നിന്റെ വീടിന്റെ ഗേറ്റിന് മുന്നിൽ വെച്ച് കണ്ടതാണല്ലോ മാഡത്തിനെ. അപ്പൊ നിനക്ക് തോന്നിയില്ലേ ഏതോ ഒരു ശക്തി മാഡത്തിന്റെ ശരീരത്തിൽ പ്രവേശിച്ചിട്ടുണ്ടെന്ന്? ശ്രീലക്ഷ്മിയുടെ ദേഹത്ത് പ്രേതാത്മാവ് കയറിയെന്നാണോ നീ പറഞ്ഞു വരുന്നത്? എന്ന് ഞാൻ പറയില്ല. പക്ഷെ ആ ഭാവപകർച്ചയുടെ മുന്നിൽ ആരും ഒന്ന് പകച്ചു നിന്ന് പോകുമെന്ന് ഉറപ്പാ. നീ ദൂരെ നിന്ന് കണ്ടപ്പോ തൊട്ടു മുന്നിൽ നേരിട്ട് കണ്ട ഒരാളാ ഞാൻ. ഇപ്പതാ CCTVയിലും കണ്ടു. ശരി, ആയിക്കോട്ടെ. നീ എന്താ പറഞ്ഞു വരുന്നത് എനിക്ക് മനസ്സിലാവുന്നില്ല. സിമ്പിൾ. മുമ്പ് ഇത്തരം ഒരു ട്രാൻസ്ഫർമേഷൻ ഉണ്ടായപ്പോ മാഡം പോയത് എങ്ങോട്ടാണ്? നേരെ നിന്റെ വീട്ടിലേക്ക്. ഇത്തവണയും ഹോസ്പിറ്റൽ വിട്ട് ശ്രീലക്ഷ്മി മാഡം നേരെ പോയത് നിന്റെ വീട്ടിലേക്കാണെങ്കിലോ? നമസ്കാരം സർ. താനാണോ വീട് തുറന്നത്? അതെ സർ. ബാലമ്മ പറഞ്ഞു അമ്മയ്ക്കുള്ള മരുന്നെടുത്തോണ്ട് കൊടുക്കാൻ. താൻ വന്നിട്ട് എത്ര സമയമായി? 1 മണിക്കൂർ കഴിഞ്ഞു സർ. അകത്ത് കുറച്ച് പണിയുണ്ടായിരുന്നു. താൻ വന്നതിന് ശേഷം ഇവിടെ ആരെങ്കിലും വന്നിരുന്നു? ഇല്ല സർ, ആരും വന്നില്ല. പിന്നെ ഞാൻ വന്നപ്പോ സെക്യൂരിറ്റി ഇല്ലായിരുന്നു ഇവിടെ. അയാൾക്ക് നല്ല സുഖമില്ല. വീട്ടിലേക്ക് പൊക്കോളം പറഞ്ഞു രവി സാറ്. ഇന്ന് രാത്രി പകരം വേറെ ആള് വരും. ശരി, താൻ പൊയ്ക്കോ. ശരി. രവി, ഇതിപ്പോ സംഗതി വളരെ കോംപ്ലിക്കേറ്റഡാ. ശ്രീലക്ഷ്മി മാഡത്തിന്റെ വീട്ടിൽ അറിയിക്കും മുമ്പ് നമ്മൾ ചെയ്യേണ്ടത് ഈ വിവരം പോലീസിൽ അറിയിക്കുക എന്നുള്ളതാ. പോലീസോ? അതെ. കാര്യം മറ്റൊന്നുമല്ല, ഇതൊരു പെൺകുട്ടിയല്ലേ. ഹോസ്പിറ്റലിൽ നിന്ന് മിസ്സായിട്ട് നമ്മൾ പോലീസിൽ കംപ്ലൈന്റ് ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞാൽ അത് പല രീതിയിൽ വ്യാഖ്യാനിക്കപ്പെടും. നീ ഒരു വലിയ സ്ഥാപനത്തിന്റെ ഉടമസ്ഥനും ആ കുട്ടി അവിടുത്തെ സ്റ്റാഫുവാ. കുറെ എണ്ണം സോഷ്യൽ മീഡിയയിൽ നീ അവളെ പീഡിപ്പിച്ച് അറബിക്കടലിൽ കൊണ്ട് തള്ളി എന്നും പറഞ്ഞ് എടുത്ത് അലക്കി ഉടുക്കും. അതിനൊക്കെ ഇടവരുത്തണമെന്നൊന്ന് ആലോചിക്കും. രവി, ഞാൻ നന്ദനെ ഒന്ന് വിളിച്ചു നോക്കി, കിട്ടുന്നില്ല. വിദേശത്തുള്ള നന്ദനെ വിളിച്ചിട്ട് അവനെന്ത് ചെയ്യാനാ? അതല്ല രവി, നന്ദൻ ജിഡിയോടൊപ്പം കുറച്ചുനാൾ ഉണ്ടായിരുന്നതല്ലേ. ജിഡിയുടെ പഴയ താവളങ്ങളൊക്കെ നന്ദൻ അറിയാൻ കഴിയും. നമ്മളൊന്ന് ട്രേസ് ചെയ്താൽ. കമോൺ രാജാ, ബി പ്രാക്ടിക്കൽ. ഇക്കാര്യത്തിൽ നന്ദനിപ്പോ കാര്യമായ ഒരു ഇൻഫർമേഷൻ തരാൻ കഴിയില്ല. ഞാൻ ആലോചിച്ചിട്ട് ശ്രീലക്ഷ്മി പോകാൻ ഒരേ ഒരിടത്തിന് സാധ്യതയുള്ളൂ. ഏതിടം? എവിടെ അവൾ ബോധം കെട്ട് കിടന്നോ അതേ സ്ഥലം തന്നെ. യു മീൻ രാജനന്ദിനി ഫാബ്രിക്സിന്റെ പഴയ വെയർഹൗസ്? യെസ്. അവളുടെ ഉപബോധ മനസ്സിൽ അവിടുത്തെ എന്തോ ഒരു സംഗതിയുമായിട്ട് ബന്ധമുണ്ടെന്ന് തോന്നുന്നു. അതാ അവൾ അങ്ങോട്ടേക്ക് അന്വേഷിച്ചെന്നത്. അത് പക്ഷേ പൂർത്തിയാക്കാൻ അവൾക്കായിട്ടില്ല. അതാണ് അബ്നോർമൽ അവസ്ഥയിൽ അവൾ ഹോസ്പിറ്റൽ ബെഡിൽ നിന്ന് വീണ്ടും എണീറ്റതും പോയിരിക്കുന്നതും. അപ്പോ ജിഡി
അതൊരു ചോദ്യവും. താനല്ലേ പറഞ്ഞത് അബ്നോർമലായി സഞ്ചരിക്കുന്നവളെ ജിഡിക്കൊന്നും ചെയ്യാനാവില്ലെന്ന്? അത് കറക്റ്റാണ്. എങ്കിൽ ഞാൻ പറയുന്നത് കറക്റ്റാവും. മനസ്സിൽ ഇങ്ങനൊരു തോന്നലുണ്ടായ സ്ഥിതിക്ക് ഇപ്പൊ തന്നെ അത് പരിശോധിക്കും. തമ്പ, നമുക്കിപ്പൊ തന്നെ പോണം അതേ വെയർ ഹൗസിലേക്ക്. കമോൺ ക്വിക്ക്. കമോൺ. മാഡം, നജീബ്. മാഡം, ശ്രീലക്ഷ്മി സീറ്റിലില്ലല്ലോ, ലീവിലല്ലേ? അതെ മാഡം. ഇത് രാജനന്ദിനി ഡിവിഷനുമായി ബന്ധപ്പെട്ട ഫയൽ ആയതുകൊണ്ട് നാളെ ശ്രീലക്ഷ്മി വരുമ്പോ ഈ ഫയൽ ശ്രീലക്ഷ്മി വേണം കാണിക്കാൻ. ആ കുട്ടിയുടെ ടേബിളിലേക്ക് ഇത് വെച്ചേക്കും. ശരി മാഡം. മാഡം, കുറച്ചു മുമ്പ് ശ്രീലക്ഷ്മി മാഡത്തിന്റെ അച്ഛൻ ഫോൺ ചെയ്തിരുന്നു. സുദർശനൻ ചേട്ടൻ. അതിനവള് ലീവാണല്ലോ. വീട്ടുകാരൊന്നും അറിയാതെയാണോ അവള് ലീവ് എടുത്തിരിക്കുന്നത്? അതറിയില്ല മാഡം. എന്റെ അടുത്ത് ഏതോ ഒരു പൂവിന്റെ പേരുള്ള സ്ഥലം അറിയാമെന്ന് ചോദിച്ചു. കമ്പനിക്ക് അവിടെ ഫാക്ടറി കൊണ്ടുവന്നു. പൂവിന്റെ പേരുള്ള സ്ഥലമോ? അവിടെ നമുക്കേതാ ഒരു ഫാക്ടറി? അറിയില്ല മാഡം. സത്യം പറഞ്ഞ ചോദിച്ച സ്ഥലപ്പേരൊക്കെ ഞാൻ മറന്നുപോയി. വെറുതെ ഒരു വിശേഷം പറഞ്ഞതാ. സോറി. ശരി ശരി, താൻ പോയിക്കോ. രവിവർമ്മൻ സാർ ഓഫീസിലില്ല. അവൾ ഇന്ന് ലീവും വിളിച്ചു പറഞ്ഞു. വീട്ടുകാരവള് ലീവാണെന്ന് അറിഞ്ഞിട്ടുമില്ല. എന്തോ ഒരു ചുറ്റിക്കളി നടക്കുന്നുണ്ടല്ലോ ഇവിടെ. ഏതായാലും രാജാറാം സാറിനെ ഒന്ന് വിളിച്ചു നോക്കാം. ഹലോ. ഹലോ രാജാറാം സാർ, എവിടെയാണിപ്പോൾ? മാഡം, ഞാൻ പുറത്താണ്, ഓഫീസിലില്ല. അതറിയാം. പുറത്താണെന്ന് പറഞ്ഞ ഞാൻ ഡ്രൈവിംഗിലാ. അത്യാവശ്യമായി ഒരിടം വരെ പോവുക. എന്താ മാഡം, വിശേഷം എന്തെങ്കിലും? വിശേഷമൊന്നുമില്ല. രവിവർമ്മൻ സാർ എവിടെയാണെന്ന് അറിയാമോ രാജാറാം സാറിന്? സാർ എന്റെ കൂടെ പോകണ്ടല്ലോ. ആഹാ, ഒരുമിച്ചാണല്ലേ പോകുന്നത്? അടിപൊളി.
ദേ ഇതും കൂടി. ഇപ്പോഴത്തെ കാലത്ത് 2 രൂപ ആരും ബാക്കി തരില്ല. താങ്ക് യു സോ മച്ച്. 2 രൂപയ്ക്ക് കട്ട പവറാണ് ബായി. ഹായ്, ഇത് എന്റെ ഡയലോഗാണല്ലോ. സംശയിക്കണ്ട, മുൻപ് മാഡം 3-4 തവണ കണ്ട അതേ ഞാൻ തന്നെയാണ് ഇതും. ചെറിയൊരു വില്ലത്തരമുണ്ടെന്നേ ഉള്ളൂ. ഇതേതാ സ്ഥലം? എന്തിനാ എന്നെ ഇവിടെ നിങ്ങൾ കൊണ്ടുവന്ന് കെട്ടിയിട്ടിരിക്കുന്നേ? പേടിക്കണ്ട, മാഡം സുരക്ഷിതമായ സ്ഥലത്ത് തന്നെയാണ്. ഇവിടെ വേറെ ആരുമില്ല, ഞാനും പിന്നെ മാഡവും മാത്രം. നിങ്ങൾ എന്തൊക്കെയായി പറയുന്നേ? എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. ഇങ്ങനെ കെട്ടിയിടാൻ മാത്രം ഞാൻ എന്ത് തെറ്റ് ചെയ്തു? അയ്യോ, ഇതിൽ മനസ്സിലാക്കാനൊന്നുമില്ല. വെരി സിമ്പിൾ. മേഡം എന്നോട് പറഞ്ഞത് ഓർമ്മയുണ്ടോ? ഒരു 2 രൂപയുടെ കണക്ക്. 2 രൂപയ്ക്ക് കട്ട പവറാണെന്ന്. അതുപോലെ എനിക്കൊരു ചെറിയ കണക്കുണ്ട്. പക്ഷേ അത് 2 രൂപയുടെ കണക്കല്ല, കോടികളുടേതാ. കോടികളുടേത്. മാഡത്തിന് വളരെ വേണ്ടപ്പെട്ട ഒരാൾ എന്നെ പറ്റിച്ചു, ചതിച്ചു, വഞ്ചിച്ചു. ജീവിതം തന്നെ തകർത്ത് കളഞ്ഞു ആ ദുഷ്ടൻ. മാഡം വേണം ഈ സങ്കടത്തിനൊരു പരിഹാരം കണ്ടെത്താൻ. ഞാനോ? അതെ. ഞാൻ എന്താ ചെയ്യണ്ടേ? മാഡം ഒന്നും ചെയ്യണ്ട, എല്ലാം ചെയ്യേണ്ടത് ഞാനാ. അതിന് ഞാനൊരു കൊച്ചു കളിപ്പാട്ടം കൊണ്ടുവന്നിട്ടുണ്ട്. പൊട്ടാസ് വെച്ച് കളിക്കുന്ന ഒരു കളിപ്പാട്ടം ഞാൻ കാണിച്ചു തരാം. മാഡം പേടിക്കണ്ട, ഇത് മാഡത്തിന്റെ പ്രിയപ്പെട്ടവനുള്ളതാണ്. മാഡത്തിന് ഞാൻ വേറൊരു തമാശ റെഡിയാക്കിയിട്ടുണ്ട്. മാഡം ഒന്ന് സഹകരിക്കണം പ്ലീസ്. ആളെത്തി. മാഡം മരിച്ചുപോയില്ലെങ്കിൽ നമുക്ക് എപ്പോഴെങ്കിലും കാണാം.
ഇതിന്റെ ബാക്കി ഞാൻ തിരികെ വന്നിട്ട്. തൽക്കാലം നീ ഇവിടെ കിടക്ക്. എനിക്ക് നിന്നെ ജീവനോടെ വേണം. ഞാൻ തിരിച്ചു വരും. അതിനു മുമ്പ് എനിക്ക് വേണ്ടത് ശ്രീലക്ഷ്മിയുടെ ജീവനാണ്. ശ്രീലക്ഷ്മി, 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 श्रीलक्ष्मी, 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 ये देखो. श्रीलक्ष्मी, 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 कन्नू को. ശ്രീലക്ഷ്മിയുടെ പ്രശ്നം സ്റ്റേഷനിൽ വിളിച്ചു പറയേണ്ട കാര്യം എന്തായിരുന്നു? ആ SIയുടെ കയ്യിൽ നിന്ന് നല്ല ഇടിയും വാങ്ങിച്ചിട്ട് അങ്കിളി പറയുന്നതെല്ലാം നല്ല തള്ളാണെന്ന് ഞങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായി. വേണ്ട ഓപ്പി, വേണ്ട. എവളും അവനും ഒക്കെ സ്വന്തം അപ്പന്റെ തലയിൽ കയറി ചെണ്ടൗട്ടുന്ന ഐറ്റങ്ങളാ. ഏതായാലും എന്നെ പിടിച്ചോണ്ട് പോയതിന് ആ SI വിവരം അറിയിക്കും ഞാൻ. നോക്കിക്കോ. അയാൾ ആള് ശരിയല്ലെന്ന് അവിടുത്തെ പോലീസുകാരും പറഞ്ഞതാ. അയാൾക്ക് താമസിയാതെ ഞാനൊരു സസ്പെൻഷൻ വാങ്ങിക്കൊടുക്കുന്നുണ്ട്. മന്ത്രിയുടെ PA ഞാൻ വിളിച്ചൊരു വാക്ക് പറഞ്ഞാ മതി. എന്താണ് നിന്ന് ചിരിക്കുന്നേ? പൊയ്ക്കോണം മുമ്പിന്ന്. കേറി പോടിയകത്ത്. എടി പപ്പി, ഇത് നമ്മുടെ പിള്ളേര് തന്നെ ആണോടി? നന്ദിയില്ലാത്ത വർഗം. ചേട്ടൻ ഇരിക്കെ. ആദ്യം ഞാനൊരു ചായ എടുക്കാം, പിന്നീട് വെള്ളം ചൂടാക്കാൻ കുളിക്കാം. ഇടി കിട്ടിയ കാര്യം പപ്പിയും പിള്ളേരും മനസ്സിലാക്കി കളഞ്ഞല്ലോ. എന്തൊരു വേദന, എന്തൊരു വേദന. ഒരു ദയില്ലാത്ത ഇടിയില്ലായിരുന്നോ കാലം.
എന്താടി കുടിച്ചിട്ട് മതിയായില്ലേ? ഇത് ശ്രീകുട്ടിക്കാ. അവളുണർന്നു. ആഹാ, ഉണർന്നല്ലേ? ഇപ്പൊ തന്നെ ഇന്നലത്തെ കാര്യം ചോദിച്ചിട്ടേ ഉള്ളൂ. കുഞ്ഞമ്മ എന്ത് അബദ്ധ കാണിക്കുന്നേ? ചിറ്റിപ്പം പോയിട്ടില്ല. കുഞ്ഞമ്മ ഇനി ശ്രീകുട്ടിയായിട്ട് വഴക്കുണ്ടാക്കിയ ഇന്നലെ രാത്രിത്തെ പോലെ ചിറ്റപ്പ ഇടപെടുന്ന ഉറപ്പാ. എന്ന് പറഞ്ഞാല് ഒരു പെങ്കൊച്ച് വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയിട്ട് പാതിരാത്രി കഴിഞ്ഞ് നേരം വെളുക്കുമ്പോ തിരികെ വരിക എന്ന് പറഞ്ഞ മാത്രമല്ല, അവളുടെ കാര്യം പറഞ്ഞ് പോലീസുകാർ വരെ ഈ വീട്ടു പഠിക്കാൻ വന്നു. നാട്ടുകാരുടെ മുന്നിൽ ഇവൾ ഒളിച്ചോടി പോയെന്നുള്ള അപമാനം വേറെ. ശരി ശരി ശരി, സമ്മതിച്ചു. ഇതെല്ലാം നടന്ന കാര്യങ്ങൾ തന്നെ. പക്ഷേ അതിനൊന്നും കാരണക്കാരി ശ്രീകുട്ടി നേരിട്ടല്ല. ഇവിടെ കലക്ക വെള്ളത്തിൽ മീൻ പിടിക്കാൻ പോയ ത്രിവിക്രമനാ. ആദ്യം കുഞ്ഞമ്മ ഒരു കാര്യം മനസ്സിലാക്കണം. പുറത്ത് എന്ത് തന്നെ സംഭവിച്ചതാണെങ്കിലും ശ്രീകുട്ടിയും ചിറ്റപ്പനും തമ്മില് ഇന്നലെ രാത്രി തന്നെ ഒരു അണ്ടർസ്റ്റാൻഡിംഗിൽ എത്തിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നേരിട്ടൊരു ഇടപെടൽ നമുക്ക് പറ്റില്ല. ഈ മുള്ളിനെ മുള്ളുകൊണ്ട് തന്നെ വേണം എടുക്കാൻ. ആദ്യം ഞാനൊന്ന് തന്ത്രപൂർവ്വം ശ്രമിച്ചു നോക്കാം. അത് കഴിഞ്ഞു മതി കുഞ്ഞമ്മയുടെ ഇടപെടൽ. എന്റെ കുഞ്ഞമ്മ ഒന്ന് സമാധാനപ്പെട്. നീ എന്താ എണീക്കുന്നില്ലേ? ചായ. മണി 9 ആവാറായി. നീ ഇന്ന് ഓഫീസിൽ പോകുന്നില്ലെന്ന് തോന്നുന്നു. ഇല്ല മായച്ചി, എനിക്ക് നല്ല സുഖം തോന്നുന്നില്ല. ഇനിയിപ്പോ നാളെ പോവാം. അപ്പൊ അവിടെ